എല്ലാ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് നമ്മൾ രാവിലെ തന്നെ സന്തോഷകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഇനി നമ്മൾ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദിവസങ്ങളായി നമ്മുടെ ചർച്ചയിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെയുള്ള പല കമന്റ്സും പല ഭാഗത്തുനിന്ന് വരുന്നു. പക്ഷെ ഞങ്ങൾ ഇതുവരെയും അത് മുക്കിയിട്ടില്ല അല്ലെ, അല്ലെങ്കിൽ അതിന് പിന്നാലെ തന്നെ പോകുന്നു എന്നുള്ളതാണ്. കാരണം അതിജീവിതരായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ ഒപ്പമാണ് ഞങ്ങളെന്ന് തന്നെ പറയുന്നു. കാരണം അവർക്ക് നീതി കിട്ടണം. ഇനി എന്ത് നടപടി എന്നൊക്കെയുള്ളത് സർക്കാരിന്റെ കയ്യിലാണെങ്കിൽ പോലും അവർക്കൊപ്പം നിൽക്കണമെന്ന് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ നമ്മൾ അതിന്റെ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിൽ കേസ് എടുക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് സർക്കാരിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരാതിയില്ലാതെ കേസ് എടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടപെടുകയും ചെയ്തിരുന്നു അല്ലേ? കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ തടയുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷയത്തിൽ മഹിളാ കോൺഗ്രസ് കൊച്ചിയിൽ ഇന്ന് പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്ന് അറിയുന്നു. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ കോടതിയുടെ ഇന്നലത്തെ ഇടപെടൽ അത് വളരെ നിർണായകമായിരുന്നു. സർക്കാരിന് ഇനി ചില നീക്കങ്ങൾ നടത്തിയേ പറ്റൂ. അവിടെ സർക്കാർ പ്രതിരോധത്തിലാണെന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉത്തരം മുട്ടിയെന്നൊക്കെ പറയുന്നതോട് അതല്ല, അതിനപ്പുറത്തേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അനന്ത സാധ്യതകൾ എന്ത്, ഇനി എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് സംശയങ്ങൾ സാധാരണക്കാരായിട്ടുള്ള സിനിമാ പ്രേമികൾക്കുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നെന്താണ് കൊച്ചിയിൽ എന്താണ് പ്രതിഷേധം, ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? എൽദോ, അശ്വതി, ഗുഡ് മോർണിംഗ്. ഹേമ കമ്മിറ്റി വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം അമ്മയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ഉണ്ടാകുമെന്നതാണ്. പക്ഷേ ഇതുവരെയും അത്തരം സൂചനകളിലേക്ക് പോലും അവർ കടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതാ പഠിക്കണം എന്നതാണ് അമ്മ പ്രതിനിധികൾ അറിയിച്ചത്. ഇതുവരെയും അതുണ്ടായിട്ടില്ല. അവർ തുടങ്ങിയെന്ന് പോലും അറിയില്ല. പഠിച്ച് എന്തായാലും പ്രതികരണങ്ങളിലേക്ക് ഇതുവരെ ഔദ്യോഗികമായൊരു പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വലിയ സിനിമാ ലോകത്ത് നിന്ന് അങ്ങനെ ഒരു വലിയ പ്രതികരണം ഇതിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് വളരെ നിഗൂഢമായ ഒരു കാര്യം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റപ്പെട്ട ചില പ്രതിഷേധ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ എന്തുകൊണ്ട് സിനിമാ സംഘടനകൾ ഇതിൽ അഭിപ്രായം പറയുന്നില്ല എന്നതാണ് അവർ ചോദിച്ചത്. അതുതന്നെയാണ് പൊതുസമൂഹവും ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ അഭിപ്രായം പറയാൻ ഇത്ര വൈകുന്നു എന്നതാണ് പൊതുവിൽ ഉയരുന്ന ചോദ്യമുണ്ടാകുന്നത്. അതിൽ കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഇതൊരു സാമൂഹ്യ വിഷയമല്ലേ എന്ന് ചോദിച്ചു. തൊഴിലിടങ്ങളിലെ വിഷയമാണ് ഇത് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രസക്തമാണ്. സർക്കാർ എന്ത് നടപടിയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് അത് കൃത്യമായി വിശദീകരിക്കുക. അത് മാത്രവുമല്ല, ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഇതിൻ്റെ കൃത്യമായ റിപ്പോർട്ട്, ഒറിജിനൽ റിപ്പോർട്ട് വെട്ടിമുറിക്കാത്ത, ഇത് പുറത്തുവിട്ടിട്ടുള്ള ആ റിപ്പോർട്ട് അതല്ല, അത് ഒട്ടും തന്നെ വെട്ടിമുറിക്കാത്ത റിപ്പോർട്ട് കൃത്യമായി സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിക്ക് മുന്നിലെത്തണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത മാസം 10 കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുൻപിൽ ഈ റിപ്പോർട്ട് അതിൻ്റെ ഒരു പൂർണ്ണ രൂപമുണ്ടാകുമെന്നാണ് അതിൽ ഹർജിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ കേസ് എടുത്ത് മുന്നോട്ട് പോകണം എന്നതാണ്. അതിൽ കൃത്യമായ പേരുകളുണ്ടെങ്കിൽ, അതിൻ്റെ തെളിവുകളുണ്ടെങ്കിൽ അത് കോടതി പരിശോധിക്കണം ആ തെളിവുകൾ, എന്നിട്ട് നടപടികളിലേക്ക് പോകണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നത് ഇത്തരം തെളിവുകളുടെ ഒരു സമാഹാരമായിരിക്കും, റിപ്പോർട്ടിൻ്റെ ഒരു പൂർണ്ണരൂപമായിരിക്കും. എങ്കിൽ ഹൈക്കോടതി അത് പരിശോധിച്ചതിന് ശേഷം പറയുന്ന ഓരോ കമൻറ്റും ഓരോ കാര്യവും അതീവ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹേമ കമ്മിറ്റി അതിൻ്റെ നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് കടക്കുകയാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. അവിടെ സർക്കാരിന് എന്താണ് അത്തരം നടപടികളിൽ കോടതിയിൽ ഇനി എന്ത് തുടർന്ന് ബോധിപ്പിക്കാൻ കഴിയുമെന്നതും ശ്രദ്ധേയമാണ്. കാരണം ഈ റിപ്പോർട്ട് കിട്ടി 4.5 വർഷമാകുമ്പോൾ അതിൽ വലിയ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് പൊതുവിലുയരുന്ന വിമർശനം. അപ്പോൾ ഇത്രയും കാലമായി ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുക അല്ലെങ്കിൽ മറ്റ് ശുപാർശകളുണ്ട് ഹേമ കമ്മിറ്റിയുടെ. അപ്പോൾ അത് പ്രകാരം എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതെല്ലാം തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്തരം മറുപടികൾ എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്നതാണ് കാതോർത്തിരിക്കുന്നത്. ഒപ്പം തന്നെയും പൊതുവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ ശബ്ദത്തിലേക്ക് പ്രതിപക്ഷം ഒന്നടങ്കം നീങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൊച്ചിയിൽ ഇന്ന് മഹിളാ കോൺഗ്രസിന് വക പ്രതിഷേധമുണ്ട്. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സാമൂഹിക പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ പോലും, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ പോലും അതിൽ രാഷ്ട്രീയപരമായ
തീർച്ചയായും അത്തരമൊരു നീക്കത്തിനുള്ള സാധ്യതകളുടെ ഒരു വാതിലുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം കരുതുന്നത്. അത് തുറക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതിഷേധ പരിപാടികളിലൂടെ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ കൃത്യമായൊരു വാചകമുണ്ട്. ഇത് സിനിമാ കോൺക്ലേവ്, ഇരകളും വേട്ടക്കാരും തമ്മിലുള്ള ഒരു സിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തങ്ങൾ അത് സമ്മതിക്കില്ല, തീർച്ചയായും പ്രതിഷേധമുണ്ടാകും, ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലോകത്തു നിന്നും ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വനിതാ സംഘടനകൾ, മഹിളാ കോൺഗ്രസ് അടക്കമുള്ള വനിതാ സംഘടനകൾ കൂടുതലായി പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യത നമ്മൾ ഇനിയും തള്ളിക്കളയുന്നില്ല. കാരണം ഇത് വനിതകളുടെ പ്രശ്നമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അധികവും അല്ലെങ്കിൽ ഈ പീഡനം ലൈംഗികമായി ഉപയോഗിച്ച് ചൂഷണം ചെയ്തു എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് അതിലൊരു നടപടി എന്നതാണോ? സർക്കാർ മുന്നോട്ട് പോകണം നടപടികളുമായി, ഈ പഴയ കേസുകളിൽ അന്വേഷണം വേണം, അങ്ങനെയൊക്കെയാണോ അവരുടെ ആവശ്യം? എന്താണ്? തീർച്ചയായും ഈ റിപ്പോർട്ടിന് പുറത്ത് പരാതികളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മൊഴികളിൽ അതിൻ്റെ പുറത്തെല്ലാം തന്നെ കൃത്യമായ നടപടികൾ വേണമെന്നാണ്. അതിൽ ഉയരുന്ന ചോദ്യം, പരാതിയില്ലാതെ നടപടിയെടുക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം ഉയരുമ്പോൾ അതിന് സാധ്യതയുണ്ട് എന്ന് മറുവിഭാഗം വാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ എന്താണ് ഇത്തരം കൃത്യമായ രീതിയിലൊരു നിയമവശങ്ങൾ എന്നത് പരിശോധിക്കേണ്ടി വരുന്നു. അപ്പോൾ പരാതികളില്ലാതെ നടപടിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം തുടങ്ങുന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ സീൽ ചെയ്ത കവറിൽ റിപ്പോർട്ട് പോകുന്നു എന്നത് ഹൈക്കോടതിയുടെ പരിശോധനകൾ ഇതിൽ നിർണായകമായിരിക്കും. കാരണം ഇത്തരം ഒരു സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരുപക്ഷെ കോടതി ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നതിലൂടെ കഴിഞ്ഞേക്കും. അതിൽ എന്തുമാത്രം തെളിവുകൾ അടങ്ങിയിട്ടുണ്ട്, എത്രമാത്രം പ്രസക്തമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ കോടതിയുടെ പരിഗണനയിലേക്ക് ഇപ്പോൾ ഈ കേസ് എത്തിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് മുഴുവനായും തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൽ അതീവ ഗുരുതര സ്വഭാവമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ അതിൽ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഒരുപക്ഷെ കോടതി അതിൽ പറയുന്ന കാര്യങ്ങൾ നിർണായകമായിരിക്കും. പരാതികളില്ലാതെ നടപടികളിലേക്ക് പോയിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏത് രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഇനി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ്, അതിൽ മറ്റൊരു നിയമപരമായ മറ്റു നിർദ്ദേശങ്ങളില്ല, അതിന് പ്രകാരം നടപടികളിൽ എടുക്കാൻ സാധിക്കില്ല എന്നടക്കം വാദിക്കുമ്പോൾ അതിനുമപ്പുറം കോടതിക്ക് ഇതിൽ ഇടപെടുന്നത് ഓരോ നീക്കവും നിർണായകം തന്നെയാണ്. ഒരു ഭാഗത്ത് സമരം തുടരുന്നു, മറുഭാഗത്ത് ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നു എന്നതാണ് ഇതിൽ നിർണായകം. ശരി, ഇപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. ഡാനി, ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു ഡാനി.